ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം എൻ്റെ ബ്ലോഗിലേക്ക്. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന സാമ്പാറാണ് കേട്ടോ, തൃശ്ശൂർ സ്റ്റൈൽ. അപ്പോൾ അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുക്കറിൽ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ പരിപ്പ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് 1 ടീസ്പൂൺ പാകത്തിന് നമുക്ക് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. വിസിലടിക്കുന്നവരെ നോക്കുക. അപ്പോൾ നമ്മുടെ കുക്കറിൽ ഇപ്പം നമ്മൾ ആ പരിപ്പ് വേകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ 3 വിസിലടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 തക്കാളിയാണ് വേണ്ട കേട്ടോ. ബാക്കി പിന്നെ നമ്മുടെ സാമ്പാറിലിടുന്ന ഇതൊക്കെയാണ് കേട്ടോ, വെജിറ്റബിൾസ് ഒക്കെയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുമ്പേ കുക്കർ അടച്ചപ്പോൾ നമ്മൾ പുളി ചേർത്തിട്ടില്ലായിരുന്നു. അപ്പം നമ്മളിപ്പം പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാം. എന്നിട്ട് നമുക്ക് 1 വിസിലടിക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമുക്ക് അടുത്ത് വറവിടാം കേട്ടോ. അപ്പം അതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടുമ്പോഴത്തേനും നമുക്കതിലേക്ക് 3 വറ്റല മുളക് നമുക്കെടുത്ത് അതിലേക്ക് ഇടാം, വറവ്. ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കരിവേപ്പില ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് നമുക്ക് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ 1 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇടാം കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് മഞ്ഞൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മസാലയൊക്കെ ഇപ്പം നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടത് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ മുമ്പേ വറവ് ഇട്ട ആ മസാല നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിനി മല്ലിയില ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എളുപ്പത്തിൽ നമ്മളൊരു സാമ്പാർ വീട്ടിൽ തയ്യാറാക്കുന്നതാണ് കാണിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും ഞാൻ നന്ദി പറയുന്നു. വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.